ഹായ് ഞാൻ ദീപ. അപ്പം നമ്മുടെ Q&A സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ നേരത്തെ നിരഞ്ജന ചോദിച്ച ക്വസ്റ്റ്യന്റെ പകുതി ഉത്തരം പറഞ്ഞു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഹൗസ് ഹോൾഡ് ജോബ് സ്ത്രീകൾ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്ന് സുപ്രീം കോടതിന്റെ നിരീക്ഷണം ഉണ്ടായല്ലോ. ശരിക്കും അത് സുപ്രീം കോർട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ 2026 ഇപ്പോഴും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതിനെക്കുറിച്ചും ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി തരുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ കുറിച്ചും ജനറലായിട്ട് ഒരു അഭിപ്രായം പറയാമോ? സുപ്രീം കോടതി പറഞ്ഞത് എനിക്ക് തോന്നുന്നു മറ്റേ വേറൊരു പുള്ളി എന്താ പറയുന്നേ, വൈഫ് ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു, അത് ഫുഡ് ഉണ്ടാക്കാത്തത് ഒരു ക്രൂയൽറ്റി ആണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അതിന്റെ ആയിട്ടാണല്ലോ നമുക്ക് സുപ്രീം കോടതി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതായത് വൈഫ് എന്ന് പറയുന്നത് വീട്ടുജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ വീട്ടുജോലി വൈഫിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ള രീതി പറഞ്ഞത്. അതിപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ട് വേണ്ട അറിയാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ വന്നത് എപ്പോഴാണ്? ഈ അടുത്ത കാലഘട്ടത്താണ്. നമ്മുടെയൊക്കെ അപ്പനമ്മമാരുടെ കാര്യം, ഇപ്പൊ ഞാൻ 82 ബോൺ ആണ്. എന്റെയൊക്കെ അപ്പനമ്മമാരുടെ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം ചെയ്യാനുള്ളത് തന്നെയാണ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അവരെ കണ്ട് വളർന്ന ഒരു ജനറേഷനാണ് നമ്മൾ. അതിൽ നിന്ന് എത്ര പേര് മാറിയിട്ടുണ്ട്? എൻ്റെ ഈ തലമുറയിലുള്ള എത്ര പേര് ഹസ്ബൻഡ് വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്? വീട്ടിൽ ജോലി ചെയ്യുന്ന വെച്ചാൽ ആ ഈക്വൽ ജോലി ചെയ്യാതിരിക്കുന്നില്ല. ഇപ്പൊ എത്ര പേര് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എത്ര പേര് എടുക്കുന്നുണ്ട്? നീ ഇന്ന് പണിക്കണ്ട, ഞാൻ ഇന്ന് രാവിലത്തെ അടുക്കളപ്പണിയെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് എത്ര പേര് ചെയ്യുന്നില്ല. ഇത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വളരെ വിരളമായിട്ട് കുറച്ച് പേര് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ UK, US അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയ ആൾക്കാർ അവർ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ടാവും? ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ പോലും ചെയ്യിക്കില്ല. അയ്യാ, അവൻ പെൺകോന്തൻ, അവൻ അടുക്കള കിടക്കുക എന്ന് പറയും. ഒരു ചായ ഉണ്ടാക്കിയ പോലും പറയുന്ന ഒരു രീതി ഇതാണ്. കാരണം നമ്മുടെ തൊട്ട് മുന്നത്തെ തലമുറ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അത് നമ്മൾ സ്ത്രീകളെ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്, ഒരു ട്രെയിനിങ് ഉണ്ട്. നീ വേറെ വീട്ടിൽ പോകണ്ടാണ്, വേറെ വീട്ടിൽ പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു തന്ന ഒരു അപ്പനും അമ്മയാണ് നമുക്കുള്ളത്. സെയിം വേ നമ്മുടെ തലമുറയിലുള്ള ഭർത്താക്കന്മാരോട് പറഞ്ഞേക്കുന്നത് എന്തുവാ? നിങ്ങൾ വീട്ടിലെ ജോലി ചെയ്യാനുള്ളതല്ല, അത് അവള് ചെയ്തോളൂ. നിന്നെ നോക്കാൻ ഒരു പെങ്കൊച്ച്, നിന്നെയും നമ്മുടെ വീട്ടിലെയും നോക്കാൻ ഒരു പെങ്കൊച്ച് എന്നുള്ളൊരു രീതിയിലാണ് അവരെയും ട്രെയിൻ ചെയ്യിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല, ഇല്ലേ? ഇവർ ചെയ്യുന്നില്ല കണ്ടില്ലേ? അതായത് ഇപ്പോഴത്തെ സാമൂഹിക സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഈക്വൽ പാർട്ട്ണർഷിപ്പാണ് ഇതിന് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വാദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ ഉണ്ടല്ലോ, നടക്കൂല. കാരണം ഈ ചൊട്ടയിലെ ശീലം ചൊട്ടൽ വരെ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ മെന്റാലിറ്റി മാറിയ വലിയ ബുദ്ധിമുട്ടാണ്. യെസ്, ഇവർക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിലും കുഞ്ഞിലെ തൊട്ടേ ശീലിച്ച അതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നേ, നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് വേണമെങ്കിൽ സെറ്റാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കണ്ട് നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ എനിക്ക് എൻ്റെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കാം, ഇനി നീയൊക്കെ കെട്ടു വന്നേല് ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുക്കാവുന്ന വല്ലവനും ഉണ്ടേ മാത്രം നീ കെട്ടിയാൽ മതി, അല്ലെങ്കിൽ നീ കെട്ടണ്ട. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെത്. അപ്പൊ സെയിം വേ ഒരു പയ്യനെ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മ ചിന്തിക്കണം, ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ ചിന്തിക്കണം. അത് എത്ര പേര് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ അധികം ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ റീൽസിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ റീൽസ് എന്ന് പറയുന്നതല്ല റിയാലിറ്റി. നമ്മുടെ പ്രാക്ടിക്കലി ഈ റീൽസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും നോക്കില്ല. എത്ര പേര് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മാറുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ നല്ലത്. പക്ഷെ അത് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോൾ ഉള്ള തലമുറയ്ക്കുണ്ടോ? ഇപ്പോൾ ഉള്ള തലമുറ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. അതായത് അതായത് എൻ്റെ തലമുറയിലുള്ള ഒരാള് ഫേസ് ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ട്രെയിൻ ചെയ്ത് കിട്ടിയേക്കുന്നത്, നമ്മൾ ഒരു ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിന്റെ അമ്മേനെയും അപ്പനെയും നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, മറ്റേ അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കണം, അടുക്കളപ്പണി ചെയ്യണം, വേണമെങ്കിൽ സമയം കിട്ടുമ്പോൾ ജോലിക്ക് പോയിക്കോ എന്ന് പറയുന്ന ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ കൂടിയാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലസ് നമ്മളിപ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നമ്മൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കണം, നമ്മുടെ കരിയറിന് ഈക്വലി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, സൂപ്പർ വുമൺ ആയിരിക്കണം, അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പാരന്റിങ് ശ്രദ്ധിക്കണം. അതായത് നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കുന്ന ഒരു സംഭവം കൂടെ നമ്മുടെ തലയിൽ നിൽക്കുക. ഇത്രയധികം പ്രഷറും പിന്നെ ഈ പറയുന്ന നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമയും എല്ലാം കൂടെ നമ്മുടെ തലയിൽ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്? അല്ല, നമ്മളെ മക്കളോട് നമ്മൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ അവർക്കൊരു തലയ്ക്കകത്ത് ഇച്ചിരി വെളിച്ചം ഉണ്ടാക്കാനുള്ള ഒരു സമയവും സാഹചര്യവും നമുക്ക് കിട്ടുന്നുണ്ട്? നമ്മൾ നമ്മുടെ ജോലിയിൽ ബിസിയാണ്.
നമുക്ക് നമ്മുടെ ലൈഫേ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോയി പറഞ്ഞത്, അതുണ്ടല്ലോ നീ നെക്സ്റ്റ് ജനറേഷൻ ആണ്, അപ്പൊ നീ ഇങ്ങനെ പെരുമാറണം. നമ്മൾ പറഞ്ഞാൽ തന്നെ കേൾക്കാൻ ഈ പിള്ളേര് തലയ്ക്ക് വെളിവുള്ള പിള്ളേരാണോ? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ലാപ്ടോപ്പും അതും ഇതും ഒക്കെ ആയിട്ടിരുന്നിട്ട് നമ്മൾ ഈ പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കും ഒന്ന് കിട്ടിക്കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമ്മൾ പറയും ഓ അമ്മ പോ അമ്മ, ഇതൊക്കെയാണോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, സൊസൈറ്റിയിൽ നിന്ന് നമുക്കിപ്പോൾ പുതിയ പുതിയ ലെസൺസും കിട്ടുന്നുണ്ട്. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കണോ അതോ അങ്ങനെയായിരുന്നോ ജീവിക്കേണ്ടത്, അതോ ഇതിന്റെ ഒരു ഇടയ്ക്കൂടെ ഉള്ളൊരു രീതിയിലാണോ നമ്മൾ ജീവിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? കാമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അലമ്പായിട്ടേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. സോ ചിലപ്പോൾ നെക്സ്റ്റ് ജനറേഷനിൽ വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. കുറേയധികം ന്യൂ ജനറേഷനിലെ ആൾക്കാരിൽ കുറേയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറേയൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാരണം, പിന്നെ പുറത്തോട്ടൊക്കെ പോകുന്നവർക്ക് ഒക്കെ. പക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ചങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മൾ പറഞ്ഞു വന്നത് വീട്ടുജോലി ചെയ്യുന്ന കാര്യം, സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുജോലി ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ട്രെയിനിങ്ങും ഇപ്പോഴത്തെ ഒരു സെൽഫ് അവയർനെസ്സും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അതുപോലെ നമുക്കിപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് നിർബന്ധിച്ച ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം നമ്മൾ മൊത്തത്തിൽ കാണുന്നു, ഇപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ കാണുന്നത് പോലെ എനിക്ക് എൻ്റെ വീട്ടിൽ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ക്യാരക്ടറാണ് അവരുടെ. ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ നമ്മളിത് ഒത്തിരി അങ്ങോട്ട് പ്രഷറൈസ് ചെയ്യുമ്പോൾ, ഇങ്ങനെ തന്നെ നടക്കണം എന്ന് പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് കൂടാം. സെയിം വേ ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി തരുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, പുരുഷനാണ് ഇവിടെ കൂടുതലും പ്രാധാന്യമുള്ളത്. അത് നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പം നമുക്ക് പുറമേ ഫൈറ്റ് ചെയ്യുന്ന കണക്കല്ല, നമ്മള് രണ്ടുപേര് ചേർന്ന് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിൽ എടുത്ത സമയത്ത് ഒന്നും ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ്. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അന്നൊന്നും നമുക്ക് ഇങ്ങനെ ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. അതായത് അന്നും നമ്മൾ കല്യാണം കഴിക്കുന്ന നമ്മുടെ തലമുറയിലുള്ള, എൻ്റെ തലമുറയിലുള്ള ആൾക്കാരെല്ലാം കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഒരിക്കലും തലക്കൂടെ പോയിരുന്നൊരു ചിന്തയല്ല ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സാധനവും, അതുപോലെ എന്താ പറയുന്നേ ഈ ഈക്വൽ പാർട്ട്ണർഷിപ്പ് ഇൻ ഹൗസ് ഹോൾഡ് പണികൾ. അന്നൊന്നും നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ക്ലോസ് നമ്മുടെ ഇതിൽ അജണ്ടയിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ടുണ്ടായിരുന്നത്? നീ ജോലിക്ക് പോകുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു, പിള്ളേരാവുന്നു, ചിലപ്പോൾ നീ ജോലി രാജിവെക്കേണ്ടി വരുന്നു, ഞാൻ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നീയും കൂടെ വരുന്നു, പിള്ളേർ ഇത്ര എണ്ണം വേണം, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. കൂടി വന്ന അമ്മയമ്മപ്പോരില്ലാണ്ട് മുന്നോട്ട് പോകണം. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ഒരു 25-26 വയസ്സിൽ നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറേ അവയർനെസ് ഉണ്ടാവണം. അയ്യോ ഇങ്ങനല്ല, മനസ്സിലായില്ലേ? നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പ്രയോറിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലോ അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനല്ല എന്ന് ഇപ്പം നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ അതൊരു മാന്യമായ രീതിയിലുള്ള ഫൈറ്റിംഗ് ആയിരിക്കണം. കാരണം ആ തുടക്കത്തിലുണ്ടായിരുന്ന നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ നമ്മുടെ പാർട്ട്ണർ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലല്ല. എല്ലാ കാര്യങ്ങളും ഈ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ എപ്പോഴും ഈ ഒരു ആണുങ്ങളുടെ സൈഡിൽ അവരുടെ ഒരു പ്രയോറിറ്റീസ് ഉണ്ട്. അവര് ഒരിക്കലും അവരുടെ പ്രയോറിറ്റിയിൽ അവരുടെ ട്രഡീഷണലി അവരെ ട്രെയിൻ ചെയ്ത് വന്നേക്കുന്നത് ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി, പിന്നെ കുറച്ച് അധികം ക്യാഷ് ഉണ്ടാക്കണം, കുറച്ച് വീട് ഉണ്ടാവണം. വീട് എന്ന് പറഞ്ഞാൽ ചുമ്മാ വീട് വെച്ചാൽ പോരാ, അവർക്കൊരു പ്രഷറാണുള്ളത്. ചുമ്മാ വീട് വെച്ചാൽ പോരാ, 10 ആൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബഹുമാനമൊക്കെ കിട്ടത്തക്ക രീതിയിൽ ഒരു വീട് വേണം. പിന്നെ ചുമ്മാ ഒരു കാർ മേടിച്ചാൽ പോരാ, ആ കാറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒന്ന് ബഹുമാനിക്കാൻ തോന്നണം. അപ്പൊ അതൊക്കെ അവരുടെ പ്രഷറാണ്. അപ്പൊ അവരുടെ തല ഫുള്ള് വർക്ക് ചെയ്യുന്ന അതിനകത്തൊരിക്കലും ഈ എൻ്റെ വൈഫ് ഇങ്ങനെ ഇത്രയും ഇൻവിസിബിൾ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് ഇതൊന്നും ട്രെയിൻഡ് അല്ലാത്തൊരു സംഭവമാണ്. ആ ട്രെയിൻഡ് അല്ലാത്ത സാധനം
മറ്റേ കടയ്ക്കൽ മറ്റേ വളം വെക്കാന്നൊക്കെ പറയത്തില്ല, അതായത് ഒത്തിരി വളർന്നതിന് ശേഷം വളം വെച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന കണക്ക് ഇത്രയും 10-30 വയസ്സ് 35-40 വയസ്സായതിനു ശേഷം നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുവാന്നു. ഇങ്ങനെയല്ല കേട്ടോ, ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഓൾറെഡി വേറെ കുറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താ വിട്ടേക്കുന്നേ. അവരത് ഫുൾഫിൽ ചെയ്യാൻ നോക്കുക, വലിയ കാറ് വലിയ വീട്. അപ്പം പെണ്ണുങ്ങൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്കിതൊന്നും അല്ലേ, ഇതൊക്കെ ഓൾറെഡി ഡീഫോൾട്ടാണ്. അത് അവരുണ്ടാക്കും ഇല്ലയോ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കാര്യം ഇങ്ങനെയാണ് എന്നുള്ളൊരു നമ്മുടെ ഒരു ചിന്ത അങ്ങനെയാ പോകുന്നത്. നമുക്ക് ആ ഒരു ഇമോഷണൽ ഇതാണെങ്കിൽ ആ ഒരു ഇത് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയുമായിട്ട് വന്നേക്കുന്ന ഒരാളല്ല, അങ്ങനെ ട്രെയിൻ ചെയ്യിച്ച് വിട്ടേക്കുന്ന ഒരാളല്ല. അവരുടെ വീട്ടിൽ അവരെ അങ്ങനെയല്ല ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെപ്പറ്റി അപ്പൊ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്നുള്ളത്, ഇത് നമ്മുടെ ഒരു അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ട് നമ്മളിപ്പം എൻ്റെ ഈ ജനറേഷനിൽ തന്നെ ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് പോലും ആ പഴയ കാലഘട്ടം തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ അതുമായിട്ട് അലൈൻഡ് ആയിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. അപ്പൊ അങ്ങനെയും ഉണ്ട് ആൾക്കാർ. അപ്പൊ എനിക്ക് മനസ്സിലായിടത്തോളം ഞാനിപ്പോ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറ്റി കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ വീട്ടുജോലിയൊക്കെ ഇവരും കൂടെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. പക്ഷെ നമുക്ക് ഹെൽപ്പ് ചോദിക്കാം, നമുക്ക് അവരുടെ മെന്റാലിറ്റി മാറ്റാനായിട്ട് നമുക്ക് കാമായിട്ട് സംസാരിക്കാം. അപ്പോൾ എന്ന് പറയുമ്പം ഇതൊക്കെ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ പറയുന്ന രീതി പോലെയും പിന്നെ അപ്പുറത്തെ ആൾ റിസീവ് ചെയ്യാൻ പാകത്തിനാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് അവർ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിന് അവർക്കും കൂടെ റിയലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പറയുന്നതല്ല, അല്ല നമ്മൾ വെറുതെ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നമ്മൾ ഇത്രയും ഇൻവിസിബിൾ ആയിട്ടുള്ള കുറേ മെന്റൽ ലോഡ് നമ്മൾ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു റിവെഞ്ചിലൂടെ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോഴത്തെ എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാരെ മാറ്റിയെടുക്കണമെങ്കിൽ, മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഒന്നും അല്ല, പക്ഷെ അവരെ ജസ്റ്റ് മനസ്സിലാക്കിക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഒരു ബെറ്റർ ഇത്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവരങ്ങോട്ട് മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് മാറേണ്ട ഒരാവശ്യമില്ല. മനസ്സിലായില്ലേ? പക്ഷെ അവർ അവെയർ ആയിരുന്നാൽ നെക്സ്റ്റ് ജനറേഷനിൽ ഈ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അടുത്തടുത്ത ജനറേഷനിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു ഒരു 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 എന്താണ് കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ളതിനെ നമുക്ക് അങ്ങനെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം നമുക്ക് ഈ ഫൈറ്റ് ചെയ്യുന്നത് കൂടുതൽ ഇത് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കത്തേ ഉള്ളൂ. ഇപ്പൊ പുറമേ നമുക്ക് എല്ലാവരും ഫെമിനിസം പറയുന്നുണ്ട്, വീട്ടിലെ ജോലിയുടെ ഇക്വാലിറ്റി പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരു ഈ സൊസൈറ്റി എന്നുള്ളൊരു സാധനം നമ്മുടെ ലൈഫിലേക്ക്, അതിന്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പം കുറേ അധികം കോൺഫ്ലിക്ട്സ് ആണ്. കാരണം സൊസൈറ്റിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ലെവൽ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയാൽ മതി. ഇത് പ്രാക്ടിക്കലി ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പം 2 ഇൻഡിവിജ്വൽസ് ആണ്. ഈ ഇൻഡിവിജ്വൽസിനെ കണക്ട് ചെയ്ത് ഒരു ഫാമിലി അവിടെ വേറെ കിടപ്പുണ്ട്. അപ്പൊ അവരും കൂടി ഇതിനകത്ത് ഇൻവോൾവാ. അതും ഇങ്ങനെ ജോയിന്റ് ഫാമിലി പോലൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ തീർന്ന് നടക്കില്ല. അപ്പം അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു സംസാരിച്ച് മുന്നോട്ട് വരാൻ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത് നമുക്ക് ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് എത്രയൊക്കെ കടന്ന് വായിട്ട് അലച്ചാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി, അതിപ്പം ഭാര്യ ആയാലും ഭർത്താവായാലും തലയ്ക്കകത്തോട്ട് ആ സാധനം കയറണം. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് വേറൊരാൾക്ക് ഇതിൽ നിന്ന് ഇമോഷണലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഫെമിനിസം എന്താന്ന് പോലും മനസ്സിലാവാത്ത ആൾക്കാരുടെ അടുത്ത് പിന്നെ ഇക്വാലിറ്റിയും ഒക്കെ പറഞ്ഞു ചെന്നിട്ടും, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വീട്ടിലെ ജോലി ചെയ്യുന്ന മെന്റൽ ലോഡും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇത്രയധികം ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ പിന്നെ എഴുതി കാണിച്ച് കൊടുക്കേണ്ട ഒരു ഗതികേടും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫ്ലിക്റ്റിങ്ങും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അത് ഇപ്പോൾ ഉള്ള ജനറേഷനെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അവെയർ ആക്കാൻ ശ്രമിക്കാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മളും അവരുടെ അതായത് ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് ഒരു മെൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് കാര്യങ്ങൾ പറയുക എന്നുള്ളത്, അല്ലാതെ മാറ്റം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്ത് ഒരു സാധനവും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നമ്മളത് വെറുതെ അവർക്കും കൂടെ തോന്നിയാൽ മാത്രമേ ആരായാലും ഏത് മനുഷ്യനായാലും, ഇപ്പൊ എനിക്ക് എന്നോടൊരു കാര്യം പറയുകയാണ്, നീ ഇങ്ങനല്ല ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണം ഞാൻ ഇങ്ങനല്ല ചെയ്യേണ്ടത്. അത് ഓരോരുത്തരുടെ വാല്യൂ സിസ്റ്റമാണ്, അതനുസരിച്ച് അവർ മാറത്തുള്ളൂ. അപ്പൊ ചുമ്മാ നമ്മൾ ഈ അടി ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരു വളരെ കാമായിട്ട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഈ ഒരു തലമുറയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ചേഞ്ച് ആക്കാം നെക്സ്റ്റ് ജനറേഷൻ, അതിൻ്റെ അടുത്ത ജനറേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആവും. അപ്പൊ ഇതൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. പിന്നെ ഈ പറയുന്ന
ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി തരുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം കുറേയൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഒട്ടും വാല്യൂ തരാത്ത, ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത, ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത വീടുകളുണ്ട്. ഞാൻ അതിനെപ്പറ്റി അല്ല പറയുന്നത്, അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല, എന്തോ പറയണം. അവർ അങ്ങനെ ജീവിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ അവിടുന്ന് പുറത്തു വരാനായിട്ട് അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. പക്ഷെ അല്ലാണ്ടുള്ള കുറേ അധികം ഈ പറയുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. കാരണം നമുക്ക് ഇതാണ് ശരിയെന്ന് സൊസൈറ്റി പറയുമ്പോൾ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ആ ഒരു ശരി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതെ വരികയും എനിക്കത് അതുപോലെ വേണമെന്ന് ഞാൻ വാശി പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രോമയുണ്ട്. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ് അധികം എന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിച്ചു, നമ്മളത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറും അത് മനസ്സിലാക്കണം. പാർട്ട്ണർ മനസ്സിലാക്കുന്നില്ല, പാർട്ട്ണറിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത് ഫ്രിക്ഷൻ ആവുന്നു, അത് പ്രശ്നമാവുന്നു, അത് വേറൊരു വഴിക്ക് വേറൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് തീരുകയാണ്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു 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 മിഡ് ലെവൽ സംഭവങ്ങളായിട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അല്ലാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി അത് വേറൊരാൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ഇത് ഞാൻ ഈ പറയും തോറും ഇത് കോംപ്ലിക്കേറ്റഡ് ആയി പോയോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. അത് ആ രീതിയിൽ തന്നെ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.